ല്ലോ ഇത് വീട്ടിലെ ആവശ്യം വേണ്ടി എടുത്തതാണ്. ഇനി ഞാൻ തന്നോളാം, പക്ഷേ എനിക്ക് സ്വല്പം സാവകാശം വേണമെന്നാണ് ഷൈനി പഞ്ചായത്ത് ഓഫീസ് വെച്ച് ഇവരുടെ പ്രസിഡന്റ് സെക്രട്ടറിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം പറഞ്ഞു ഞാൻ കിട്ടുന്നതനുസരിച്ച് കുറച്ച് കൊടുത്തോളാം, ഇങ്ങനെ പണിയെടുത്ത് കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനും അവിടെ തീരുമാനമുണ്ടായി ഇനി ആരും ഷൈനിയെ വിളിക്കേണ്ട. ഷൈനി ഒന്നും പഠിച്ചത് അവരുടെ വീട് പണിക്കും പിന്നെ ഈ ബേബി ചേട്ടൻ അറിയാമല്ലോ, പുറത്ത് പിതാവ് എന്ന് പറയുന്ന രോഗിയാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കൊക്കെ ഷൈനി ഈ പൈസ നിന്നൊക്കെയാണ് എടുത്തതെന്ന് ഷൈനി എന്നോട് പറഞ്ഞിട്ടുണ്ടായി. ഷൈനി എന്നോട് പറഞ്ഞു, തോമസേട്ടാ ഒരു പൈസ പോലും ഞാൻ കൊണ്ടുപോയിട്ടില്ല, ഞാൻ വീട്ടിലേക്ക് വേണ്ടി എടുത്തതാണ്, പക്ഷേ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, എനിക്കുണ്ടാകുന്നതനുസരിച്ച് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഒരു രീതിയിലും ഒരു കുടുംബശ്രീ അംഗങ്ങളും ഒരു കുടുംബശ്രീയും ഷൈനിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുവോ അല്ലെങ്കിൽ അത് മോശമായി സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. ഹായ്, നമസ്കാരം. അങ്ങനെ ഷൈനിയുടെ കേസ് എഴുതി തള്ളിയിരിക്കുകയാണ്. അതായത് നമ്മുടെ ഈ കുടുംബശ്രീക്കാർക്ക് കൊടുക്കേണ്ട പൈസ പഞ്ചായത്ത് പ്രസിഡന്റ് ചാരിറ്റി വഴി ഉണ്ടാക്കിയ ഒരു പൈസ ഉണ്ടായിരുന്നു, 95,225 രൂപ. ആ ഒരു പൈസ കുടുംബശ്രീക്കാർക്ക് കൈമാറിയിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, കുടുംബശ്രീക്കാർക്ക് ഇപ്പോൾ കുറച്ച് മനസ്സിനകത്തൊരു ആശ്വാസം കിട്ടിക്കണം, കാരണം അവരുടെ കാശ് തിരിച്ച് കിട്ടിയല്ലോ എന്നുള്ളൊരു ആശ്വാസം വന്നു കാണും. അതല്ല, ഈ പൈസ ഒരു പക്ഷേ ഈ നോബിയുടെ വീട്ടിൽ ചെന്നിരുന്ന് പ്രതിഷേധിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് ഈ ഒരു 95,225 രൂപ മേടിച്ച് കൊടുത്തതിന് കുറച്ചും കൂടി അന്തസ്സായിരുന്നേനെ. മനസ്സിലോടെ ആണെങ്കിലും കുടുംബശ്രീക്കാർ ഈ ഒരു പൈസ മേടിച്ചിട്ടുണ്ട്, കാരണം അവരെ ഒന്നും പറയാൻ പറ്റില്ല, അവർക്ക് ഈ പൈസ കൊണ്ട് ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പം നമുക്ക് അവരെ കുറിച്ച് കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ ഒരു തവണ കൊണ്ടുപോയി പരാതി കൊടുത്തു, കേസായിട്ടല്ല പരാതി എന്ന് വെച്ചാൽ നമ്മുടെ പൈസ ഒന്ന് പെട്ടെന്ന് തരണം എന്നുള്ള രീതിയിലുള്ളൊരു ആ ഒരു പരാതി അതും അവിടെ നിലനിൽക്കുകയാണ്. എന്നിട്ട് പോലും ഇത്രയും നാളായിട്ട് ഈ നിമിഷം വരെയും ആ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യയ്ക്ക് നമ്മുടെ വീട്ടിന് വേണ്ടിയിട്ടാണ് അവൾ കടമെടുത്തത്, അപ്പം നമ്മൾ തന്നെ അത് അടയ്ക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു വീട്ടിൽ നിന്ന് അത്രയ്ക്കും കേവലം കെട്ട വൃത്തികെട്ടൊരു ഫാമിലി തന്നെയാണ് നമുക്കത് പറയാം. സ്വന്തം മരുമകളെയോ മരുമകളുടെ മക്കളെയോ സ്വന്തം മകൻ്റെ കുട്ടികളാണ് അവരെ പോലും ഇഷ്ടമില്ലാത്ത ഒരു ഫാമിലി, സ്വന്തം ഭർത്താവിൻ്റെ ഫാമിലി ആണെങ്കിൽ സ്വന്തം ഫാമിലി ആണെങ്കിൽ രണ്ട് ഫാമിലിയും തികച്ചും സെയിം ആണ് കേട്ടോ, തികച്ചും സെയിം ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉള്ളതാണ്. ഈ വീട്ടിൽ നിന്ന് പോയ സമയത്ത് ഈ ഷൈനയുടെ വീട്ടുകാരും ഒരുപാട് ഷൈനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും രണ്ട് വീട്ടുകാരും ഒന്നിനൊന്ന് മെച്ചമാണെന്ന് നന്നായിട്ട് മനസ്സിലായി. ആ കുട്ടികളെ പോലും ആ 10-11 വയസ്സുള്ള കുട്ടികളെ കൊണ്ട് പോലും ആത്മഹത്യ ചെയ്യാൻ തോന്നിയെങ്കിൽ അത്രയും വലിയൊരു ഫോഴ്സ് കിട്ടിയിട്ടുണ്ടായിരിക്കും. തലേ ദിവസം ഈ നോബി വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ നാട്ടിൽ വരുമ്പോൾ നീ നിൻ്റെ മക്കളെയും ജീവനോടെ കാണാൻ പാടില്ല, നീ പോയി ചാകടിയെന്ന്. ഒരിക്കലും ഷൈനയുടെയും മക്കളുടെയും ശാപം ഒരിക്കലും നിങ്ങളെ വിട്ടു പോകത്തില്ല. അതിന് എവിടെ ഞാൻ സത്യം പറയാൻ ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കി, ഈ അമ്മായിയൊക്കെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുക, ഇവരെങ്ങനെ മനസ്സിറങ്ങി കിടന്ന് ഉറങ്ങണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും ഞാനൊരു തെറ്റും ചെയ്തില്ലേ എന്നുള്ള രീതിയിൽ ഇത്രയും എങ്ങനെ കിടന്നുറങ്ങും? സത്യം പറഞ്ഞാൽ ചില ആൾക്കാർക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അന്ന് ഉറക്കം വരത്തില്ല, ഒരു പേടിയും ഒരു വെപ്രാളവും ഒക്കെ ആയിരിക്കും ഉറക്കം വരാതെ. പക്ഷേ ഈ സ്ത്രീയൊക്കെ എങ്ങനെ കിടന്ന് ഉറങ്ങുമെന്ന് ഞാൻ ആലോചിക്കുന്ന. എന്തായിരുന്നാലും ആ ഒരു കാശ് കുടുംബശ്രീക്കാർക്ക് കൈമാറിയിട്ടുണ്ട്. എങ്ങനെ നോക്കിയാലും പ്രതി ഷൈനി തന്നെ വരും കേട്ടോ. ഷൈനിയുടെ പേരിലല്ലേ ലോൺ എടുത്തിരിക്കുന്നത്. അപ്പം എവിടെ നോക്കിയാലും ഷൈനി. ഇപ്പോൾ ഷൈനി മരിച്ചത് കാരണം ആ ഒരു ലോണ് കുടുംബശ്രീക്കാർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വഴി കൊടുത്തിട്ടുണ്ട്. ആളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ട് പാതിരി പോലും ഈ പൈസ അടയ്ക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു നാണക്കേടെന്ന് പറയാം. ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? ഒരുത്തനെ വെറുതെ വിടാൻ വേണ്ടി സത്യം ഇവനൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം. ഈ പാതിരി എന്ന് പറയുന്ന മഹാ ഫ്രോഡ്, അതായത് നോബിയുടെ ചേട്ടൻ, ഇവരെ പോകാൻ സമ്മതിക്കാത്ത രീതിയിൽ ഈ ഒരു ലോൺ എടുപ്പിച്ചു. ലോൺ അടയ്ക്കാൻ പൈസ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നീ ആ പൈസ കൊടുത്തില്ലേ വേണ്ട, നീ ജീവിക്കാൻ സമ്മതിക്കുക, അങ്ങനെയും ചെയ്തിട്ടില്ല. അങ്ങനെ ആ ഒരു കേസിൽ കുടുങ്ങിയതാണ് ഷൈനിക്ക് ഇത്രയും വലിയൊരു ബാധ്യത വന്നതും പേര്. ഇതിപ്പോൾ ആ കുടുംബത്തിലുള്ള ഓരോരുത്തരും ശിക്ഷ അനുഭവിക്കേണ്ട ആൾക്കാർ തന്നെയാണ്. അങ്ങനെ തന്നെ വരണം. കാരണം ഒരാളും അതിന് നല്ലതായിട്ട് എടുത്തു പറയാനില്ല, ഒരാളും ഇല്ല. അയൽക്കാർ പിന്നെയും കൊള്ളായിരിക്കും, ഇങ്ങനത്തെ ആൾക്കാർ ഒരിക്കലും കൊള്ളത്തില്ല. പക്ഷേ എന്തായിരുന്നാലും ഒരു വേലക്കാരിക്ക് മേലെ ആയിരുന്നു ഷൈനിയുടെ സ്ഥാനം. അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ഇവിടെ ഒന്ന് കാണിച്ചാൽ നിങ്ങൾ കണ്ടോക്കി. അമ്മായിയുടെ ഓരോ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഷൈനിക്ക് അവിടെ എന്ത് വിലയാണ് ഉണ്ടായിരുന്നത്, ഷൈനിയുടെ സ്ഥാനം എന്തായിരുന്നു എന്നൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നും പറയണ്ട, മക്കളോട് പറഞ്ഞാൽ അത് സത്യം. നിങ്ങളോട് പറഞ്ഞുള്ള അർത്ഥമുണ്ടോ ഒന്നും ആയില്ല. നിങ്ങളെ അതിൽ കൂടുതലൊക്കെ എന്തെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നത്. ഏതൊന്നും എനിക്കിവിടെ വരെ അലമ്പുമില്ലാത്തത് എനിക്ക് അത് ആരെന്ത് പറഞ്ഞാലും സ്വൈര്യമായിട്ട് ചെയ്യും. ആ കൊച്ചി ഇങ്ങനെ ആ കൊച്ചാണ് ഞങ്ങൾക്ക് ഈ ഉടമ്പടി വേറെ ആരുമില്ല, പപ്പായും പിള്ളേരും കൂടെ തന്നെ തീരുമാനിച്ചത്. അന്നേരം ഇനി കാരണന്മാരെ ആരാ രക്ഷിക്കണം? അന്നേരം ചാടി പറഞ്ഞു അത് ഞാൻ നോക്കിക്കോളാം. അങ്ങനെയുള്ള ഒരു ഈ നോബി അങ്ങനെയാ നോബി കൂടെ വരുന്നത്. അവരെ വിട്ടിട്ട് ഈ ആയിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നിരിക്കുന്നത് പോലും പറയാൻ എനിക്ക് പേടിയുണ്ട്.
പേടിച്ചായിരുന്നു. നമ്മൾ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടുക. ശരിയായിട്ടും അല്ലേ? ശരിയാ. ഷൈന് തിരിച്ചു വരട്ടെ ചോദിച്ചാൽ ഷൈൻ ഇവിടെ ബംഗാളി ഉണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അത് ശരിയാ. ഒരു പെണ്ണ് വന്നപ്പോ ഇപ്പൊ ആ പെണ്ണ് ഇവിടെ നിൽക്കുന്ന ഷൈനി വന്നിട്ട് ഇത്രയും ഞങ്ങൾ പീഡിപ്പിക്കുന്നതാണെങ്കിൽ ഈ ഏതായാലും ഒരു 1-2 വർഷം അത് ഷൈനി പറഞ്ഞു വിട്ടതാ. ഒരിച്ചിരി പൈസ കൂട്ടി കൊടുക്കടി എന്ന് പറഞ്ഞിട്ട് അവള് ഇനി വേണ്ട, പിള്ളേര് തുണി അരക്കും. ഈ അമ്മായി പറയുന്നുണ്ട് ഷൈനി നമ്മളാണ് പഠിപ്പിച്ചത്. പിന്നെ ജോലിക്ക് പോകാൻ നോബി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൈനി പോകാത്തതെന്നാണ് അമ്മായിയുടെ ഒരു സംസാരം. നോബി അടിക്കുക ഒന്നും ചെയ്യത്തില്ല, ജോലിക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഷൈനിക്ക് താല്പര്യമില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് ആ സ്ത്രീ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കുന്നത്. എന്തായിരുന്നാലും കള്ളങ്ങൾ മാത്രം പ്രവർത്തിച്ചു വരുന്ന ആ വീട്ടുകാർക്ക് ഒരിക്കലും ഇതിൻ്റെ ശാപം വിട്ടുപോകുന്നു തോന്നുന്നില്ല. ആ ഒരു അമ്മ 2 മക്കളെയും കൊണ്ട് ഈ യാത്രയ്ക്ക് പുറപ്പെടണമെങ്കിൽ അവരുടെ മാനസികാവസ്ഥ ഏത് നിലയിൽ വരെ എത്തിയിട്ടുണ്ടായിരിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഒരിക്കലും ആ ഒരു ഫാമിലി രക്ഷപ്പെടാനേ പോകുന്നില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു കുറ്റബോധം പോലും ഇല്ലാത്തൊരു ഫാമിലി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ നോബിയുടെ ഫാമിലി തന്നെയായിരിക്കും. ഏറ്റുമാനൂരിൽ സെയിം ഒരു കേസ് വന്നിട്ടുണ്ട്. മരുമകളെ അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യുന്ന നീ പോയി ചാകടി, ഷൈനി മരിച്ചപ്പോഴത്തേക്ക് ഷൈനി മക്കൾ മരിച്ചത് കണ്ടില്ല, അന്തസ്സോടെ പോയി നീ അതുപോലെ ചാവടി എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് നോബിയും ഷൈനോട് പറഞ്ഞത്. ഞാൻ നാട്ടിൽ വരുമ്പം നീയും നിൻ്റെ മക്കളും ജീവനോടെ കാണാൻ പാടില്ല, പോയി ചാവടിയിരുന്നു. ചത്ത് കാണിച്ച ആ ഒരു പ്രലോഭനത്തിൻ്റെ വാക്കാണ്. കാരണം അങ്ങനെ മരിക്കണമെങ്കിൽ നേരത്തെ കൂട്ടി മരിക്കാന്നുള്ള ആളായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാണ്ട് ഇത്രയും നാൾ പിടിച്ചു നിന്നിട്ടാണ് ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാതെ ഈ കള്ളപ്പാതിരയും ഈ നോബി എന്ന് പറയുന്ന പരമ ചെറ്റയും ഈ അമ്മായി എന്ന് പറയുന്ന സ്ത്രീ ഒരെണ്ണത്തിനും വെറുതെ വിടരുത്. നിയമം ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിനും വെറുതെ അവരുടെ പ്രായമൊന്നും കണക്കിലെടുക്കുന്നത്. അവരാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത്. ആ ഒരു കേസിൻ്റെ ലാസ്റ്റ് വരുന്നതെല്ലാം ഷൈനിക്ക് എതിരായിട്ടേ വരത്തുള്ളൂ. കാരണം കോടതിക്ക് ആവശ്യം തെളിവാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഷൈനിയാണ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. ഷൈനി അടയ്ക്കുന്നില്ല. പോരാത്തതിന് ഈ കുടുംബശ്രീന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, നമ്മുടെ കാശ് ചോദിച്ച് വിളിക്കുന്നുണ്ട്. ആ ഒരു കാശിനുള്ള കൊടുക്കാൻ പറ്റാത്തൊരു മാനസിക സമ്മർദ്ദം മൂലമാണ് മരിക്കാനിടയായത് എന്നുള്ളൊരു വാർത്തയായിരിക്കും നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ ഈ കുറ്റപത്രത്തിലൊക്കെ വരും. ചിലപ്പം നേരെ തിരിച്ചെങ്ങാനും വന്നെങ്കിൽ ആയി. കാരണം വീട്ടുകാർക്ക് എടുത്ത ആ ഒരു പൈസ അടയ്ക്കാൻ പോലും താല്പര്യമില്ലാത്തൊരു വൃത്തികെട്ടൊരു ഫാമിലി എന്ന് തന്നെ പറയാം. ഒരിക്കലും ഈ ഒരു കാര്യത്തിന് മാപ്പ് കിട്ടില്ല. ആ ഒരു സ്ത്രീ എങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങുന്നതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്.